ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ന്യൂ ഇയറും അതുപോലെ ക്രിസ്മസൊക്കെ പ്രമാണിച്ചിട്ട് കുറച്ച് ഓർഡേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എടുത്ത് വെച്ച കുറച്ച് വീഡിയോസാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ ലോങ് വീഡിയോയും ഷോർട്സും ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഈ ഒരു കാരണത്താലാണ് കേട്ടോ. കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ എൻ്റെ ബേക്കിങ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഓഫർ സെയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ കുറച്ച് ഓർഡേഴ്സാണ് കേട്ടോ. അപ്പോൾ കുറേ കാലമായിട്ട് നിർത്തി വെച്ചിട്ട് അപ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ഓഫറൊക്കെ വെക്കുമ്പോൾ അല്ലേ നമുക്ക് പിന്നെയും ഓർഡേഴ്സൊക്കെ വരിക. അപ്പോൾ അങ്ങനെ വന്ന കുറച്ച് ഓർഡേഴ്സാണ്. കുറച്ച് ജാർ കേക്കും അതുപോലെ കുറച്ച് ലഞ്ച് ബോക്സ് കേക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലഞ്ച് ബോക്സ് കേക്ക്, കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക് ഞാൻ സെയിലിട്ടതായിരുന്നു കേട്ടോ. അപ്പം അതും പിന്നെ ഇതുമൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയൊരു ബിസിയായി പോയി. 31-ാം തീയതി വരെ 1-ാം തീയതി വരെ കുറച്ച് ബിസി ആയിപ്പോയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഗ്ലാസ് ജാർ കേക്ക് ചോക്ലേറ്റ് ഫ്ലേവറിലായിരുന്നു കേട്ടോ ചെയ്തത്. ചോക്ലേറ്റ് കേക്കും പിന്നെ ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ട് വെക്കാതെ പൊടിച്ചിട്ടായിരുന്നു കേക്ക് വെച്ചത്. പിന്നെ 3 ലെയറിൽ കേക്കും 3 ലെയറിൽ ക്രീമും ആ ഒരു ഇതിലാണ് നമ്മൾ ഇത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും നട്ട്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോള് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. അതിൻ്റെ കപ്പിൻ്റെ അടപ്പൊക്കെ ഇട്ടിട്ട് അത് റിബണൊക്കെ വെച്ചിട്ട് കെട്ടി തന്നത് മോളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് ജാർ കേക്ക്. എനിക്കിതൊരു 20 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഓർഡർ. പിന്നെ 2 ഹാഫ് kg കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് വൈറ്റ് ഫോറസ്റ്റും ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റും കേട്ടോ. പിന്നെ ഇതാ ബെൻഡോ കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. 4 എണ്ണം ഞാൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ ഡേറ്റിന് മുമ്പേ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ തിരക്കിൽ എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഒരു ബെൻഡോ കേക്ക് ചെയ്യുന്ന ചെറിയൊരു ക്ലിപ്പ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബെൻഡോ കേക്കിൻ്റെ മോൾഡൊന്നും എൻ്റെ കയ്യിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് കേക്കിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണെന്ന് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോൾഡ് എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. ഞാൻ സാധാരണ വലിയ കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു മൂടി വെച്ചിട്ട് മുറിച്ചിട്ടാണ് കേക്ക് ചെയ്തത്. ഷോപ്പിലൊക്കെ ഈ ഒരു കേക്ക് ഇത്രയേ വെയിറ്റ് വരുന്നുള്ളൂ. ക്വാണ്ടിറ്റിയും ഇത്രയേ വരും. 200 ഗ്രാമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 200-250 ഗ്രാമിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് ഈ ഒരു ബെൻഡോ കേക്ക് വരിക. പിന്നെ മോൾഡിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ 250 ഗ്രാമൊക്കെ കിട്ടും. അപ്പോൾ ക്രീമും കേക്കും അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങും പിന്നെ ഷുഗർ സിറപ്പൊക്കെ ആകുമ്പോൾ നമുക്കൊരു 200-220 ഗ്രാമും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റ് ഫോറസ്റ്റും കുറച്ച് ബ്ലാക്ക് ഫോറസ്റ്റും ആ ഒരു ഇതിലാണ് കേക്ക് ചെയ്തത്. ഉള്ളിൽ കുറച്ച് നട്ട്സും അതുപോലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഒക്കെ ആക്കിയിട്ടാണ് കേക്ക് ചെയ്തത്. അപ്പോൾ ക്വാണ്ടിറ്റീൻ്റെ പ്രശ്നം കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒട്ടും ക്വാണ്ടിറ്റി ഇല്ല എന്നുള്ളത്. പക്ഷെ പിന്നീട് ഞാൻ ഈ ഒരു കേക്ക് സെയിൽ ചെയ്യണ്ടായിരുന്നു എന്ന് വിചാരിച്ചിരുന്നു. കാരണം അത്രക്ക് ഞാൻ എന്താ പറയുക, അത്രക്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്തവർ ഞാൻ എങ്ങനെയൊക്കെയോ ആണ് ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ചെയ്തത്. ചെറിയ കേക്കാണെങ്കിലും അതിൻ്റേതായ പണിയുണ്ട്. ചെറിയ കേക്ക് എന്ന് പറയുമ്പോൾ കാണുമ്പോഴും ചെറിയ കേക്കായിരിക്കും, പക്ഷെ നമുക്കൊരു വലിയ കേക്ക് ചെയ്യുന്ന പണി തന്നെ നമുക്ക് ഈ ഒരു കേക്കിനുണ്ട്. ഫിനിഷിംഗ് ഒക്കെ ശരിക്കും ചെയ്യണം. പിന്നെ ഇത് പിന്നെ കുറച്ച് ഓർഡേഴ്സ് ഞാൻ ഒന്നിച്ചെടുത്തത് കൊണ്ട് പിന്നെ ഫിനിഷിംഗ് ഒന്നും ഞാൻ അങ്ങനെ അത്ര ഇതായിട്ട് ചെയ്തിട്ടില്ല. കാരണം കുറച്ച് ക്രീം ആക്കി പിന്നെ പറ്റുന്നത് പോലെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറിയ മോളും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇത്രക്ക് വിചാരിച്ചിട്ടില്ല ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ ഇത്രയും പണിയുണ്ടാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പെട്ടെന്നൊരു കേക്ക് എന്താ പറയുക റീസ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു കുഞ്ഞു കേക്കായിട്ട് അങ്ങനെ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും വാങ്ങുകയും ചെയ്യുമല്ലോ, അത്രയും റേറ്റും വരുന്നുള്ളൂ, ചെറിയ കേക്കും ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സെയിലിട്ടത്. പക്ഷേ പണി മാത്രമല്ല, എല്ലാ സാധനത്തിനും ഇപ്പോൾ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന എഫേർട്ടിനും ഇതിനൊന്നും നമ്മൾ എന്താ പറയുക സെയിൽ ചെയ്തപ്പോൾ നമുക്ക് വലിയ ലാഭമൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. നമ്മൾ നല്ല എഫേർട്ട് എടുത്തിട്ട് ചെയ്തു, കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ഈ ബെൻഡോ കേക്കിൻ്റെ ബോക്സിന് തന്നെ ഒരു 70 റുപ്പീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 10 കേക്ക് ചെയ്യുമ്പോൾ ആ 70 കൂട്ടുമ്പോൾ നമുക്കൊരു റേറ്റ് ആയില്ലേ. കേക്കിൻ്റെ ബോക്സിനും അതിൻ്റെ സ്പൂണിനൊക്കെ വേറെ വേറെ പ്രൈസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും നോക്കാതെയാണ് ഞാൻ സെയിലിട്ടത്. പക്ഷേ കുഴപ്പമില്ല, സെയിൽ നന്നായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അൽഹംദുലില്ലാ. കുറച്ച് കേക്കാണെങ്കിലും ഞാൻ കുറേ കാലം കൊണ്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് അത്രയെങ്കിലും ആൾക്കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള ആ ഒരു നല്ല ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബെൻഡോ കേക്ക് സെയിൽ ചെയ്യാൻ, ഈ ഒരു ബട്ടർ പേപ്പറിലാക്കിയിട്ട് ഈ ഒരു ബോക്സിൽ വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂണും കൂടി വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഞാൻ 2-3 ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
വൈറ്റും റെഡും അതുപോലെ പിന്നെ ഈ എൻ്റെ ഉള്ള കളർ വെച്ചിട്ട് ആകെ 2-3 കളറേ ഉണ്ടായിട്ടുള്ളൂ, ആ കളർ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കേക്കിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.